നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. റോഡിൽ പൊലിയുന്ന വിലപ്പെട്ട ജീവൻ. നായ കുറുകെ ചാടി സ്കൂട്ടറിൽ നിന്നും വീണ് ടിപ്പർ ലോറി കയറി യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ ജയകുമാറിന്റെ ഭാര്യ വിനീതയാണ് മരണപ്പെട്ടത്. ഇന്നലെ രാവിലെ ജോലി സ്ഥലത്തേക്ക് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കൊച്ചുപാരിപ്പള്ളിക്ക് സമീപം പോലീസ് മുക്കിൽ വെച്ച് നായ കുറുകെ ചാടി വണ്ടി മറിഞ്ഞ വീണ വിനീതയുടെ ശരീരത്തിൽ ടിപ്പർ കയറിയാണ് അപകടം. വിനീതയുടെ പരിക്ക് ഗുരുതരമാകുകയും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവേ ഇന്ന് രാവിലെ വിട പറഞ്ഞു. നിയുക്ത കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മെത്രാനായി അഭിഷിക്തനായി. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ ദേവാലയത്തിലായിരുന്നു മെത്രാഭിഷേക ചടങ്ങുകൾ. 1,300,000 പവനും നടുക്കിയ കവർച്ച. മണം പിടിച്ച പോലീസ് നായ ഓടിയെത്തിയത് വളപ്പട്ടണം റെയിൽവേ സ്റ്റേഷനിൽ. ഈ വാർത്ത വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പലരും ഞെട്ടി. 300 പവൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു എന്നത്. 300 പവൻ വീട്ടിൽ കരുതി വെക്കുക ഇന്നത്തെ കാലത്തെ കുറ്റകരമാണ്. കൂടാതെ ഇതിന്റെ സ്രോതസ് കൂടെ അന്വേഷണം നടത്തണം. സൗത്ത് പാമ്പാടി ഓണാട്ടുകുന്നേൽ OA ജോൺ നിര്യാതനായി. സംസ്കാരം പിന്നീട്. പാമ്പാടി പങ്ങട പുളിക്കൽ വീട്ടിൽ തങ്കമ്മ ഫിലിപ്പ് 93 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 26/11/24 2:30 ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കങ്ങഴ വണ്ടാനത്ത് വയലിൽ ഏബ്രഹാം തോമസ് അല്ലെങ്കിൽ കുഞ്ഞച്ചൻ 69 വയസ്സേ നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടിൽ കൊണ്ടുവരുന്നതും ഭൗതിക ശരീരം തുടർന്ന് 1:30 ചേറ്റൂർ സെന്റ് മേരീസ് മൗണ്ട് ഓർത്തഡോക്സ് ചർച്ചിൽ സംസ്കരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്.